Good morning everyone, welcome to our class. Today let's go to the next chapter, Horegalu by Sudha Murthy. And Sudha Murthy is the founder and chairperson of the non-profit charitable organization Infosys Foundation. And she became the first female engineer in Tata Motors. Her groundbreaking achievements paved the way for future generation of women in the field of engineering. She was nominated as a member of Parliament Rajya Sabha in 2024, and she has always been an advocate of women's rights and a pioneer in the development of education. More than that, she is a social worker, and she was honored with the Padma Bhushan and Padma Shri in 2006 and Padma Bhushan in 2023. ഇതിൽ കൂടുതൽ അംഗീകാരങ്ങൾ എന്താണ് ഒരു വ്യക്തിക്ക് വേണ്ടത്? അങ്ങനെ വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സുധാമൂർത്തിയുടേത്. അവരൊരു സോഷ്യൽ വർക്കറാണ്, എഡ്യൂക്കേറ്ററാണ്, രാജ്യസഭാ അംഗമാണ്, വളരെ ഒരു എഴുത്തുകാരിയാണ്. അങ്ങനെ എല്ലാ രീതിയിലും വളരെ പ്രശസ്തിയായ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സുധാമൂർത്തിയുടേത്. അപ്പം ഈ ഹൊരേഗലു എന്ന് പറഞ്ഞാൽ ചുമട് താങ്ങി എന്നാണ് വേർഡ് മീനിങ്. ഒരു കന്നഡ ടേമാണിത്. അപ്പോൾ നമുക്ക് പാസേജിലേക്ക് വരാം. ഹോട്ട് സമ്മർ ഡേയ്സ് റിമൈൻഡ് മീ ഓഫ് ചൈൽഡ്ഹുഡ് ഡേയ്സ് ഇൻ എ ലിറ്റിൽ വില്ലേജ്. ദർ വാസ് എ ലാർജ് ബാനിയൻ ട്രീ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ വില്ലേജ് ആൻഡ് ഐ വുഡ് സ്പെൻഡ് മെനി അവേഴ്സ് പ്ലേയിങ് അണ്ടർ ഇറ്റ് ഡ്യൂറിങ് മൈ ഹോളിഡേയ്സ്. ഹോട്ട് സമ്മർ ഡേയ്സ് റിമൈൻഡ് മീ, ചൂടുള്ള വേനൽക്കാലങ്ങൾ എന്നിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ എന്നിലേക്ക് ഓടിയെത്തുന്നത് എൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സിനെ വില്ലേജ്, ഞാൻ ബാല്യം ചെലവഴിച്ച എൻ്റെ വില്ലേജ്. ആ വില്ലേജ് മാത്രമല്ല, ബാനിയൻ ട്രീ റൈറ്റ് ഇൻ ദ മിഡിൽ, അവിടുത്തെ ഒരു വലിയ ബിഗ് ഒരു ബാനിയൻ ട്രീ, ആൽമരം, അതും എൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തും. കാരണം ഐ വുഡ് സ്പെൻഡ് മെനി അവേഴ്സ് പ്ലേയിങ് അണ്ടർ ഇറ്റ് ഡ്യൂറിങ് മൈ ഹോളിഡേയ്സ്. എൻ്റെ അവധിക്കാലങ്ങൾ ഞാൻ ആ മരത്തിനടിയിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ തണലിൽ മണിക്കൂറുകളോളം ചെലവഴിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഞാൻ അതിനടിയിലിരുന്ന് കളിക്കാറുള്ള ശീലം ഉണ്ടായിരുന്നു. The tree was like a massive umbrella with its branches providing much needed shade and succor. Shade and succor എന്ന് പറഞ്ഞാൽ താങ്ങും തണലും. ഷെയ്ഡ് തണൽ, സക്കർ സപ്പോർട്ട് അല്ലെങ്കിൽ താങ്ങ്. ലൈക്ക് മാസീവ് അംബ്രല, ഒരു വലിയ കുട വിരിച്ചിരിക്കുന്നത് പോലെ ആണ് നമ്മുടെ ഈ ബാനിയൻ ട്രീ കാണപ്പെട്ടിരുന്നത്. ട്രാവലേഴ്സ് സ്പെൻഡ് സം ടൈം സിറ്റിംഗ് അണ്ടർ ഇറ്റ് ആൻഡ് ക്യാച്ചിങ് ദർ ബ്രീത്ത് ബിഫോർ ഗോയിങ് ഓൺ ദർ വേ. പഴയ കാലത്ത് ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നുമില്ല. അധികം ആളുകളും ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്തിരുന്ന കാൽനടയായിട്ടായിരുന്നു. അതുപോലെ തന്നെ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്ത് കൊണ്ടുപോകുന്നതും അവർ തലയിൽ വെച്ച് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്നൊരു ശീലമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള യാത്രക്കാർ ഈ ആൽമരത്തിൻ്റെ താഴെ അല്പം വിശ്രമിച്ച് എന്നിട്ടോ യാത്ര അല്പം ഒരു കംഫർട്ടബിളായി ആശ്വാസം കിട്ടിക്കഴിയുമ്പോൾ യാത്ര തുടരുന്നൊരു ശീലം അവർക്കുണ്ടായിരുന്നു. ടു മേക്ക് ദം കംഫർട്ടബിൾ ദർ വാസ് എ ഹൊറേഗലു അണ്ടർ ദ ട്രീ. ആ ആൽമരത്തിൻ്റെ താഴെയായിട്ട് ഒരു ഹൊറേഗലു എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോൺ ബെഞ്ചാണ്. വലിയ ഹൊറിസോണ്ടലായിട്ടുള്ള ഒരു സ്റ്റോണും അതിനെ താങ്ങി നിർത്തുന്ന വെർട്ടിക്കലായിട്ടുള്ള 2 സ്റ്റോണും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചുമട് താങ്ങി അതിൽ വന്നിരുന്ന ആളുകൾ വലിയ യാത്രയ്ക്കിടയിൽ ഇടയ്ക്ക് ഒരു ഇടത്താവളെടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്ത് അല്പം ഒരു സൗകര്യപ്രദമായിട്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ട് പോകുന്ന ഒരു ശീലം അതിന് ട്രാവലേഴ്സിന് ഉണ്ടായിരുന്നു. ഹൊറേഗലു ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ദാറ്റ് ബെയർ വെയ്റ്റ് ആൻഡ് ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓവർ 2 വെർട്ടിക്കൽ സ്റ്റോൺ, ദസ് മേക്കിംഗ് എ സ്റ്റോൺ ബെഞ്ച് ഓൺ വിച്ച് എനിവൺ കുഡ് സിറ്റ് ആൻഡ് റെസ്റ്റ് എ വൈൽ ആൻഡ് ചാറ്റ് വിത്ത് ഫെലോ ട്രാവലേഴ്സ് ആൻഡ് എക്സ്ചേഞ്ച് ന്യൂസ് ഓഫ് ദ റോഡ്. അപ്പോൾ ഈ ട്രാവലേഴ്സ് പലരും അവിടെ വന്നിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഓഫ് ദ റോഡെന്ന് പറയുന്ന യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ എന്ത് ക്ഷീണമായിരുന്നു എന്നോ അല്ലെങ്കിൽ എന്ത് വെയിലായിരുന്നു എന്നോ അങ്ങനെയൊക്കെയുള്ള ചെറിയ സംസാരമൊക്കെ കഴിഞ്ഞ് അവർക്ക് യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് ഒന്ന് മടങ്ങിപ്പോകുന്ന ഒരു ഇടത്താവളമായിരുന്നു ഈ ഹൊറേഗലുവും ഈ ബാനിയൻ ട്രീയുടെ താഴെ. കൂൾ വാട്ടർ വുഡ് ബി കെപ്റ്റ് ഇൻ ആൻ എർത്തൻ പോട്ട് നിയർ ദ ബെഞ്ച് ആൻഡ് പീപ്പിൾ കുഡ് ക്വഞ്ച് ദർ തേസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാഹം, ക്വഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാഹം ശമിപ്പിക്കുക. ആൻഡ് ബിഫോർ സ്റ്റാർട്ടിങ് ദർ ജേണി. അപ്പോൾ ഈ മരത്തിന് താഴെ ഒരു മൺകലത്തിൽ വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ കാലത്ത് ഇത്ര ദീർഘയാത്രയിൽ
പലപ്പോഴും ആളുകൾ തലച്ചുമടായിട്ടാണ് ഭാരം കൊണ്ടുപോകുന്നതും കാൽനടയായിട്ടാണ് യാത്ര ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ വരുമ്പം അവർക്കൊരിടത്താവളം, ഇന്നത്തെ പോലെ കടകളും ഒന്നും അല്ലെങ്കിൽ ഹോട്ടലുകളും ഒന്നും ഉള്ള കാലമായിരുന്നില്ല അന്ന്. അപ്പോൾ ഇതിനടിയിലിരുന്ന് വിശ്രമിക്കുകയും കലത്തിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയും ഒരു പതിവായിരുന്നു പഴയ കാലത്ത്. ഐ എം ഷുവർ സിമിലർ അറേഞ്ച്മെൻറ്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ വില്ലേജ് ഓൾ ഓവർ ദ കൺട്രി. നാടിൻ്റെ പല ഭാഗത്തും അങ്ങനത്തെ ചില കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഹോറിഗലും അതുപോലെ തന്നെ തണൽ വൃക്ഷങ്ങളും. ദ ഹോറിഗലു ഇൻ അവർ വില്ലേജ് ഹോൾഡ് സ്പെഷ്യൽ മെമ്മറീസ് ഫോർ മീ as it is inextricably linked with my grandfather. എനിക്ക് ഈ ഹോറിഗലു അല്ലെങ്കിൽ ഈ ആൽമരം ഒക്കെ ആയിട്ട് ഒരു അഭേദ്യമായ ഇൻസെപ്പറബിൾ, അവർ ഇൻഎക്സ്ട്രിക്കബിളി എന്ന് പറഞ്ഞാൽ അഭേദ്യമായ ചില ഓർമ്മയുണ്ട്. കാരണം അത് കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ മുത്തശ്ശനുമായിട്ടായിരുന്നു. കാരണം he was a retired school teacher and would spend hours every day sitting under the banyan tree and talking to those resting under there. അപ്പോൾ എൻ്റെ റിട്ടയർഡ് ടീച്ചറാണ്, എൻ്റെ ആ മുത്തശ്ശനൊരു റിട്ടയർഡ് ടീച്ചർ ആയതുകൊണ്ട് അദ്ദേഹവും മണിക്കൂറുകളോളം ഈ ആൽമരത്തിൻ്റെ താഴെ സമയം ചിലവഴിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. സിറ്റിംഗ് അണ്ടർ ദ ബാനിയൻ ട്രീ ആൻഡ് ടോക്കിംഗ് ടു ദോസ് റെസ്റ്റിംഗ് ദർ. കാരണം അവിടെ വരുന്ന യാത്രക്കാരുമായിട്ട് സംസാരിക്കുക, അവരുടെ സങ്കടങ്ങളൊന്ന് കേൾക്കുക. അപ്പോൾ അതിനൊക്കെ നമുക്കറിയാവുന്നതാണ് ഒരു മറുപടി പറയുക, അങ്ങനെ ഒരു ശീലം മുത്തശ്ശനും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഒരു ഇൻസെപ്പറബിളായിട്ടുള്ള ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ അവിടെ ഈ ആൽമരവും അപ്പൂപ്പനും ഒക്കെ ആയിട്ട് സുധാമൂർത്തിക്കുണ്ടായിരുന്നു. വെൻ ഐ വുഡ് ഗെറ്റ് ടയേർഡ് ഓഫ് പ്ലേയിങ് ഐ വുഡ് സിറ്റ് നെക്സ്റ്റ് ടു ഹിം ആൻഡ് ഒബ്സർവ് ദ പീപ്പിൾ ഹി വാസ് സ്പീക്കിംഗ് ടു ആൻഡ് ലിസൺ ടു ദർ കോൺവെർസേഷൻ. അപ്പൂപ്പൻ അല്ലെ മുത്തശ്ശനുമായിട്ടുള്ള അവരുടെ സംസാരം ശ്രദ്ധിക്കുന്ന ഒരു ശീലം. കാരണം ഞാൻ കളിച്ച് ക്ഷീണിക്കുമ്പം ഞാനും ഈ ഹോറിഗലിൽ പോയിരിക്കും. അപ്പം മുത്തശ്ശൻ അവരുമായിട്ടുള്ള സംവാദങ്ങൾ അല്ലെ അവരുമായിട്ടുള്ള സംഭാഷണം ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. മോസ്റ്റ് ഓഫ് ദം വെർ വില്ലേജേഴ്സ് ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം ദർ വർക്ക് ഇൻ ദ ഫീൽഡ് നിയർ ബൈ. അപ്പോൾ യാത്രക്കാർ മാത്രമല്ല, അവിടെ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, തൊട്ട് താഴെയുള്ള വയലുകളിലൊക്കെ ജോലി ചെയ്യുന്ന കൃഷിക്കാരും ഇതിൽ വന്ന് റെസ്റ്റ് എടുക്കുന്നൊരു പതിവുണ്ട്. അപ്പോൾ അവരുമായിട്ടും ഈ മുത്തശ്ശൻ അവരുമായിട്ടുള്ള ആശയവിനിമയങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ദേ ഹാഡ് ടു വാക്ക് ലോങ് ഡിസ്റ്റൻസ് ഈച്ച് ഡേ ആൻഡ് ക്യാരി ഹെവി ബേർഡൻസ് ഓൺ ദെയർ ഹെഡ്സ് ആൻഡ് ടയേർഡ് ഔട്ട് ബൈ ദ ഹീറ്റ് ആൻഡ് ദേ വുഡ് ഡ്രിങ്ക് ദ കൂൾ വാട്ടർ ആൻഡ് വാഷ് ദെയർ ഫേസസ് വിത്ത് ഇറ്റ് ആൻഡ് ചാറ്റ് വിത്ത് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ അവരുടെ ഭാരം അല്ല അവർ തലയിൽ ചുമടെടുത്തുകൊണ്ട് വരുന്നവരാണെങ്കിൽ തലയിൽ ആ ഭാരം ഒന്ന് ഇവിടെ ഇറക്കി വയ്ക്കുക, മുത്തശ്ശനുമായിട്ട് അല്പം നേരം സംസാരിക്കുക, അല്ല താഴെ എർദൻ പോട്ടിലുള്ള മൺകലത്തിരിക്കുന്ന വെള്ളം അല്പം എടുത്ത് കുടിക്കുക, മുഖം ഒന്ന് കഴുകുക, സ്വയം ഒരു ആശ്വാസം കണ്ടെത്തുക. ദർ കോൺവെർസേഷൻ വുഡ് ബി എബൌട്ട് ദെയർ ഡെയിലി ലൈഫ്സ് ആൻഡ് വറീസ്. ഈ മുത്തശ്ശൻ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, മിക്കവാറും പേര് സംസാരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ, അതൊക്കെയാണ് അവർ മുത്തശ്ശനുമായിട്ട് അന്ന് പങ്കുവച്ചിരുന്നത്. അവർ പറയുന്ന അതിൻ്റെ ഒരു ഭാഗം എടുത്തു കാണിക്കുകയാണ്. മാസ്റ്റർ ജി, ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്, ഐ ഹാവ് നെവർ സീൻ സച്ച് ഡ്രൈ വെതർ. ഞാൻ ഇതുവരെ ഓരോ സംസാരത്തിലും ഒരേ ഭാഗം എടുത്തു കാണിക്കുകയാണ്. ഐ ഹാവ് നെവർ സീൻ സച്ച് ഡ്രൈ വെതർ. ഞാൻ ഇതുവരെ ഇത്ര ചൂട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. മാസ്റ്റർ ജി, ഇറ്റ്സ് ഗെറ്റിംഗ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ക്യാരി ദീസ് ലാർജ് ലോഡ്സ് ഓൺ മൈ ഹെഡ്. എനിക്ക് ഇത്രയും വലിയ ഭാരങ്ങൾ ചുമന്ന് യാത്ര ചെയ്യാൻ വയ്യാണ്ടായി, വയസ്സായി. താങ്ക് ഗോഡ് ഫോർ ദീസ് ഹോറിഗലു. ഈ ചുമട് താങ്ങി അല്ലെ ഈ ഹോറിഗലു ഇവിടെ ഉള്ളത് കൊണ്ട് വലിയൊരു ആശ്വാസമാണ്. കാരണം എന്നെപ്പോലെയുള്ളവർക്ക് കുറച്ച് നേരം നമ്മുടെ ഭാരം ഇറക്കി വയ്ക്കാൻ. ആ ഭാരം എന്നുള്ളതിന് 2 മീനിങ് വരുന്നുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഐ വിഷ് മൈ സൺ വുഡ് ഹെൽപ്പ് ബട്ട് ഹീ ഓൺലി വാണ്ട്സ് ടു ഗോ ടു സിറ്റി. എൻ്റെ മകൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നെങ്കിൽ, എന്നെ സഹായിക്കുമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ അവൻ എന്തുമാത്രമേ ഇഷ്ടമുള്ളൂ, അവന് സിറ്റിയാണ് കൂടുതൽ ഇഷ്ടം. ഈ വില്ലേജ് ലൈഫ് അവന് വലിയ താല്പര്യമില്ല. ദേ സ്പോക്ക് അബൌട്ട് ദ ഡിഫിക്കൽട്ടീസ് ദേ ലിവ്ഡ് വിത്ത്. അപ്പം മിക്കവാറും സംഭാഷണങ്ങൾ അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രാരാബ്ദങ്ങൾ ഒക്കെ ഈ മുത്തശ്ശനുമായിട്ട് ഷെയർ ചെയ്യുകയാണ് മിക്കവാറും കാണുന്നത്. മൈ ഗ്രാൻഡ് ഫാദർ കുഡ് ഓൺലി ലിസൺ ടു ദം ബട്ട് ജസ്റ്റ് ടോക്കിംഗ് ടു ഹിം സീംഡ് ടു റിഫ്രഷ് ദം ഫോർ ദർ ജേണി യാത്ര. ആ യാത്ര എന്നുള്ളത് നമുക്ക് ലൈഫ് ഇറ്റ് സെൽഫ് എ ജേണി അങ്ങനെയും നമുക്ക് കണക്കാക്കാം. ലിറ്ററേച്ചറിൽ എപ്പോഴും അങ്ങനെയാണ്. സാഹിത്യത്തിൽ, ഭാഷയിൽ ഒരു സെൻറ്റൻസിന് ആ ഒരു മീനിങ്ങിന് അപ്പുറത്തേക്ക് പലപ്പോഴും മീനിങ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം വായിക്കാൻ. മൈ ഗ്രാൻഡ് ഫാദർ കുഡ് ഓൺലി ലിസൺ ടു ദം ബട്ട് ജസ്റ്റ് ടോക്കിംഗ് ടു ഹിം സീം ടു റിഫ്രഷ് ദം ഫോർ ദ ജേണി. അപ്പോൾ അവരുടെ യാത്രയിൽ
മുത്തശ്ശൻ കാര്യമായിട്ട് അവരോട് അങ്ങോട്ട് സംസാരിക്കുക, എന്താ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നു എന്നല്ലാണ്ട് അതിനൊന്നും എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ, കാരണം ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളല്ലേ. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം കേട്ടിരിക്കും. ഈ കേൾക്കുന്നത് തന്നെ ഈ യാത്രക്കാർക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രാരാബ്ദങ്ങളും ദുരിതങ്ങളും കേൾക്കാൻ ആളുണ്ടാവുക അത് തന്നെ ഈ യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. ആഫ്റ്റർ സം ടൈം ദേ വുഡ് പിക്ക് അപ്പ് ദെയർ ബേർഡൻസ് വിത്ത് സം ഈസ് ആൻഡ് ഗോ ഓൺ ദെയർ വേ. ആ ബേർഡൻ അണ്ടർലൈൻ ചെയ്യുക. ബേർഡൻ എന്ന് പറഞ്ഞാൽ ഭാരം രണ്ട് രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാം. ഒന്ന് സാധാരണ അർത്ഥത്തിൽ, പിന്നെ ജീവിതഭാരം. കാരണം ജീവിതത്തിൽ നമുക്ക് എടുത്താൽ പൊങ്ങാത്തത്ര പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ പിന്നെ മുത്തശ്ശനായിട്ട് സംസാരിച്ചാൽ അവർ കുറച്ചും കൂടി ഈസി ആയിട്ട് പോകുന്നത് കാണാം. ദ ഹൊറിഗല്ലു വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇൻ ദർ ലൈഫ്സ് ആൻഡ് ആസ് എ ചൈൽഡ് ഐ വുഡ് ഓഫൺ നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദേ ബ്ലെസ്ഡ് ഇൻ സോ ഓഫൺ ഫോർ ബീങ് ദർ. And after all, it was only a stone bench. It was my grandfather who told me, "Child, a horigallu is essential in any journey. We all carry our burdens according to our situations and capacities. But every once in a while, we needed to stop and put down that burden and rest. Only then can we be refreshed enough to pick up the load once more. The horigallu gives everyone that opportunity to do so. It helps the people to regain their strength." അപ്പം ഈ ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ സുധാമൂർത്തിക്ക് ഇതെന്താണ് ഈ മുത്തശ്ശനോട് പറയുന്നത്, ഇവരെന്താ മുത്തശ്ശനോട് ഇത്ര കാര്യമായിട്ട് ഈ പറയുന്നതെന്ന് അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്റ്റോൺ ബെഞ്ച് മാത്രമാണ്. അപ്പോൾ അതിന് മുത്തശ്ശൻ കൊടുക്കുന്ന മറുപടിയാണ്, "ചൈൽഡ്, എ ഹൊറിഗല്ലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേണി, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഹൊറിഗല്ലു എന്ന് പറയുന്ന സംഭവം വളരെ വളരെ അത്യാവശ്യമാണ് ഏതൊരു യാത്രയ്ക്കും." അപ്പം ജീവിതയാത്രയ്ക്ക് ആ ഫുൾ പാരഗ്രാഫ് അത് അടുത്ത നെക്സ്റ്റ് സൈഡിൽ വരുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതയാത്രയ്ക്ക് ഒരു ഹൊറിഗല്ലു വളരെ ആവശ്യമാണ്. ക്യാരി അവർ ബേർഡൻ അണ്ടർലൈൻ ചെയ്യണം. അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ് ആൻഡ് കപ്പാസിറ്റീസ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പലതര ബേർഡൻസും നമ്മൾ എടുക്കേണ്ടതുണ്ട്. ബട്ട് എവറി വൺസ് ഇൻ എ വൈൽ വി നീഡ് ടു സ്റ്റോപ്പ്, പുട്ട് ഡൗൺ ദ ബേർഡൻ ആൻഡ് റെസ്റ്റ്. നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ യാത്രയിൽ നമ്മളെ താങ്ങിക്കൊണ്ടുവരുന്ന ഈ ചുമട് ഒന്നിറക്കി വെച്ച് ഒരു ആശ്വാസം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓൺലി ദെൻ ക്യാൻ വി be refreshed enough to pick up the load once more, and the horigallu gives everyone that opportunity to do so. It helps people regain their strength. അത് അണ്ടർലൈൻ ചെയ്യണം. The horigallu gives everyone that opportunity to do so. It helps people to regain ചെയ്യുന്ന അവർ നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടുകയാണ് ദർ സ്ട്രെങ്ത്. അപ്പം ഈ ഹൊറിഗല്ലുവിൽ ഉള്ള അല്ലെങ്കിൽ യാത്രയ്ക്കിടയിലുള്ള ഈ ഹൊറിഗല്ലു നമുക്ക് അല്പം ഒരു ആശ്വാസം കിട്ടാനുള്ളതാണ്. അപ്പം നമ്മുടെ തലയിൽ എത്ര വലിയ ചുമട് കൊണ്ടുവരുന്നവനും അല്ലെങ്കിൽ എത്ര ചെറിയ ചുമട് കൊണ്ടുവരുന്നവനും അതൊന്നിറക്കി വെച്ച് ഒരാശ്വാസം കിട്ടുമ്പം നമ്മളുടെ സ്ട്രെങ്ത് ഡബിൾ ആവുകയാണ്. അപ്പോൾ രണ്ടാമത്തെ രീതിയിൽ ഹൊറിഗല്ലു എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിച്ചിട്ടൊരാശ്വാസം കിട്ടുവാണെങ്കിൽ അതും നമ്മൾക്കൊരു പുതുജീവൻ നൽകുകയാണ്. മറ്റത് നമ്മൾ റീഗെയിൻ ദർ സ്ട്രെങ്ത് ആണ്, മറ്റത് നമ്മുടെ റീഗെയിൻ അവർ ലൈഫാണ്. അപ്പോൾ ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലേറ്റർ ഓൺ ഇൻ ലൈഫ് I got to see something that reminded me of that same stone bench once again. When I was working in Bombay, one of my colleagues, Ratna, was a senior clerk, middle-aged and always smiling. She had done her graduation and been working in the company for nearly 25 years. She went about her repetitive, mundane work with an infectious cheerfulness. Later on in my life, എനിക്ക് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു, എൻ്റെ ബാല്യം കഴിഞ്ഞു. I got to see something that reminded me of that stone bench once again. ഞാൻ വീണ്ടും ആ സ്റ്റോൺ ബെഞ്ചിനെ കുറിച്ച് എന്നിലേക്ക് വളരെ നല്ല മെമ്മറി കൊണ്ടുവന്നിരുന്നൊരു കാഴ്ചയാണ് ഇപ്പം ഈ മൂർത്തി പറയാൻ പോകുന്നത്. I was working in Bombay. One of my colleagues, Ratna, was a senior clerk.
ആൻഡ് മിഡിൽ ഏജ്ഡ് ആൻഡ് ഓൾവേസ് സ്മൈലിംഗ്, സദാ പുഞ്ചിരി ഒഴുകുന്ന ഒരു ഫേസോട് കൂടിയ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള സീനിയർ ക്ലർക്കാണ് രത്ന. ആ രത്നയെ കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഈ ഹൊറേ ഗെലുവിനെ കുറിച്ചും എൻ്റെ മുത്തശ്ശനെ കുറിച്ചുമുള്ള മെമ്മറി എന്നിലേക്ക് ഓടിയെത്തുകയാണ്. ഷീ ഹാഡ് ഡൺ ഗ്രാജുവേഷൻ ആൻഡ് ബീൻ വർക്കിംഗ് ഇൻ ദ കമ്പനി ഫോർ നിയർലി 25 years. കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ കമ്പനിയിൽ ഒരേ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കതിൽ യാതൊരു മുഷിവുമില്ല. സദാസമയം പുഞ്ചിരിക്കുന്ന ഒരു മുഖത്തോട് കൂടിയിട്ടല്ലാണ്ട് ഒരാൾക്കും രത്നയെ കാണാൻ പറ്റില്ല. ഷീ വെൻറ്റ് അബൌട്ട് ഹെർ റെപ്പറ്റേറ്റീവ് മണ്ടെയിൻ വർക്ക് വിത്ത് ആൻ ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ്. അത് ഫുൾ അണ്ടർലൈൻ ചെയ്യണം. ഷീ വെൻറ്റ് അബൌട്ട്, ഷീ കണ്ടിന്യൂഡ് ഹെർ റെപ്പറ്റീഷൻ മണ്ടെയിൻ വർക്ക്, ബോറിംഗ് വർക്ക് വിത്ത് ആൻ ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ്. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വ്യാപിക്കുന്നത്. ഇവിടെ പക്ഷേ വ്യാപിക്കുന്ന എന്താണ്? ഇവർ സദാ പുഞ്ചിരിക്കുന്നതായതുകൊണ്ട് ഇവരുടെ കൊളീഗ് എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകരിലേക്കും ഇവർ വ്യാപിപ്പിക്കുന്നത് എന്തെന്നാണ്? ആ ചിയർഫുൾനെസ്, ആ ഹാപ്പിനെസ്, ആ സന്തോഷം. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷവും സൗഹൃദവും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സദാ ഒരുക്കമായിട്ടുള്ള ഒരു മിഡിൽ ഏജ്ഡായിട്ടുള്ള ഒരു സീനിയർ ക്ലർക്കാണ് നമ്മുടെ രത്ന. അതെപ്പോഴും ചോദ്യം ചോദിക്കാറുണ്ട് രത്നയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച്. അവിടെ ഒരു ഓക്സിമറോൺ വന്നിട്ടുണ്ട്, ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ്. കാരണം ഇൻഫെക്ഷൻ നമുക്കറിയാം ഒരു നെഗറ്റീവ് വേർഡാണ്, ചിയർഫുൾ നമുക്കറിയാം ഒരു പോസിറ്റീവ് വേർഡാണ്. അപ്പോൾ കോമ്പിനേഷൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, അല്ലെ കോൺട്രഡിക്ടറി ആയിട്ടുള്ളത്. എവറി ഡേ ഡ്യൂറിങ് ദ ലഞ്ച് അവർ ഷീ വുഡ് സിറ്റ് വിത്ത് സം പേഴ്സൺ ഇൻ വൺ ഓഫ് ദ റൂംസ് ആൻഡ് ദേ വുഡ് ഹാവ് ലോങ് ചാറ്റ്സ്. ഐ വുഡ് ഓഫൺ വണ്ടർ വാട്ട് ദേ ടോക്ക്ഡ് അബൌട്ട്. വൺ ഡേ ഐ ഫൈനലി ആസ്ക് her, രത്ന, what do you talk with each person for the all lunch hour? Ratna smiled and simply, they share their troubles with me. Underline ചെയ്യണം കേട്ടോ. I finally asked her, Ratna, what do you talk with each person for the all lunch hour? Ratna smiled and said simply. അവരെന്ത് ചെയ്തു? എന്തോ കേൾക്കുന്നവരെ വളരെ സന്തോഷമായിട്ട് സൗഹൃദമായിട്ടുള്ള ഒരു സംഭാഷണം വരെ പറഞ്ഞു. എന്ത് പറഞ്ഞു? ദേ ഷെയർ ദെയർ ട്രബിൾസ്. അവരെന്നുമായിട്ട് ഷെയർ ചെയ്യുന്ന എന്താണ്? അവരുടെ ദുഃഖങ്ങളാണ്, അവരുടെ ദുരിതങ്ങളാണ്. ദുരിതങ്ങൾ. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഈ സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയാണ് ഒരാളല്ലെങ്കിൽ മറ്റൊരാളെ ഒരു റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ കുറേ റൂംസ് ഉണ്ടാവില്ല, ഇത്രയും വലിയൊരു കമ്പനിയല്ലേ. അപ്പോൾ അവിടെ ഒരിടത്ത് വിളിച്ചുകൊണ്ട് ഒരു മൂലയിൽ പോയിരുന്നിട്ട് ഇവരിങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ കോൺവെർസേഷൻ ചെയ്യുക. അങ്ങനെ ഇതിനിടയ്ക്ക് എല്ലാ ദിവസവും ഇത് കണ്ടപ്പോൾ എനിക്കത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചത്. ബട്ട് ഹൗ ക്യാൻ യു സോൾവ് ദ ട്രബിൾസ് ഓഫ് സോ മെനി പീപ്പിൾ? ഡു യു ഹാവ് ഓൾവേസ് ഹാവ് ആൻ ആൻസർ ഫോർ ദം? ഇത്രയധികം ആളുകളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? അവർക്ക് എന്ത് മറുപടിയാണ് നിങ്ങൾ കൊടുക്കുന്നത്? നോ, ഐ ഒൺലി ലിസൺ. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഐ ഒൺലി ലിസൺ. ഞാൻ കേൾക്കുക മാത്രമേ ഉള്ളൂ. അവരുടെ പ്രശ്നങ്ങൾ, ഒരാളുടെ ദുരിതങ്ങൾ, പ്രാരാബ്ദങ്ങൾ ഞാൻ കേൾക്കുക മാത്രമേ ഉള്ളൂ. ആൻഡ് ദാറ്റ്സ് ഇനഫ്. ദാറ്റ് സോൾവ്സ് ദ പ്രോബ്ലംസ്. ഐ വാസ് യങ് ആൻഡ് ഇൻക്രെഡുലസ് അറ്റ് സച്ച് സിംപ്ലിസ്റ്റിക് ഔട്ട്ലുക്ക്. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ. ഇത്ര മാത്രം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്ക് അവിശ്വസനീയമാണ് ഇവരുടെ ഈ സംഭാഷണം. എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ഇവരുടെ റൂമിലുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര പേർക്ക് ഒരു ആൻസറും കൊടുക്കാതെ എങ്ങനെ ഇവർ തൃപ്തരായി പോകുന്നു? ബട്ട് രത്ന ആൻസേർഡ് വിത്ത് ദ സെയിം പേഷ്യൻസ് ആൻഡ് അഫെക്ഷൻ ദാറ്റ് ഷീ മസ്റ്റ് ഹാവ് യൂസ്ഡ് വിത്ത് ഓൾ മൈ കൊളീഗ് സഹപ്രവർത്തകർ. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ എല്ലാ ആളുകൾക്കും എന്ത് രീതിയിലാണ് നിങ്ങൾ മറുപടി കൊടുക്കുന്നത്, എല്ലാവരെയും എങ്ങനെയാണ് നിങ്ങൾ സംതൃപ്തരാക്കി വിടുന്നത് എന്ന ചോദ്യത്തിന് അവരുടെ ഉത്തരമാണ്, ഐ ആം നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ ഓർ ആൻ ഇൻ്റലക്ച്വൽ. No one can solve your problem. You have to do it yourself. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഐ ആം നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ. ഇന്ന് കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഒത്തിരി ഉണ്ടല്ലേ. നമ്മൾ സൈക്യാട്രിയിലോ അല്ലെങ്കിൽ സൈക്കോളജിയിലോ ഒക്കെ ബിരുദങ്ങൾ നേടിയവർ, ബിരുദാനന്തര ബിരുദങ്ങളൊക്കെ നേടിയവർ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദുരിതങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്താണ് എന്ന് കേൾക്കാൻ തയ്യാറാവുന്ന അത് അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന കൗൺസിലേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ അത്രമാത്രം ബുദ്ധിമതിയോ അല്ല ഞാൻ. കാരണം ഒരു സീനിയർ ക്ലർക്ക് മാത്രമേ ഉള്ളൂ.
നോ വൺ ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം. നമ്മളുടെ പ്രശ്നങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. നമ്മുടെ പ്രശ്നങ്ങൾ വേറെ ആർക്കും സോൾവ് ചെയ്യാൻ പറ്റില്ല. ഒരു സൈക്യാട്രിസ്റ്റിനോ ഒരു സൈക്കോളജിസ്റ്റിനോ ഒരു കൗൺസിലർക്കോ ആർക്കും പറ്റില്ല. യു ഹാവ് ടു ഡു ഇറ്റ്സ് യുവർ സെൽഫ്. നമ്മൾ തന്നെ വേണം നമ്മളുടെ ഉള്ളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ. ദെൻ ഹൗ ഡു യു ഹെൽപ്പ് ദം? ബൈ ലിസണിങ് ടു ദം. പിന്നെ നിങ്ങൾ അവരെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ സുധാമൂർത്തി അന്ന് വളരെ യങ്ങാണ്, ഇവരിത്തിലൂടെ സീനിയറാണ്. ഗോഡ് ഹാസ് ഗിവൺ മീ 2 years ടു ലിസൺ ടു അതേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു 2-3 സെൻറ്റൻസാണത്. ഗോഡ് ഹാസ് ഗിവൺ മീ 2 years ടു ലിസൺ ടു അതേഴ്സ്. ഐ ഹിയർ ദം ഔട്ട് വിത്ത് സിമ്പതി ആൻഡ് വിതൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ ഓർ അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ finds an outlet for his worries, it relieves half of his burden. എന്താ അല്ലേ, ഒന്ന് നോക്കിക്കേ. ഐ ഹിയർ ദം വിത്ത് സിമ്പതി. ഞാൻ അവരെ വളരെ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ സഹതാപത്തോടു കൂടി, സിമ്പതി വേർഡ് മീനിങ് സഹതാപം എന്നാണ്. വിതൗട്ട് എനി ജഡ്ജ്മെൻറ്റ്, ഒരു മുൻവിധിയും കൂടാതെ ഞാൻ അവരെന്താ പറയാനുള്ളത്. ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ അവരുടെ തന്നെ ഉള്ളിലെ പ്രശ്നങ്ങളായിരിക്കും, എന്ത് തന്നെയാവട്ടെ ഞാനത് ഒരു ജഡ്ജ്മെൻറ്റും കൂടാതെ ഒരു മുൻവിധിയും കൂടാതെ ഞാൻ കേട്ടിരിക്കും. വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ, വളരെയധികം മാനസിക പിരിമുറുക്കത്തോടുകൂടി ഇരിക്കുന്ന ഒരാൾ പറയുമ്പം ഫൈൻഡ്സ് ആൻ ഔട്ട്ലെറ്റ്, പുറത്തേക്കുള്ളൊരു വഴി. അതാണ് ഔട്ട്ലെറ്റ് ഫോർ ഹിസ് വറീസ്. അവരുടെ ദുരിതങ്ങൾക്ക്, അവരുടെ ദുഃഖങ്ങൾക്ക് ആക്ച്വലി ഞാനൊരു ഔട്ട്ലെറ്റ് ആവുന്നു. കാരണം അവർ പറയുമ്പം ഞാൻ എൻ്റെ ഈ ചെവിയാണ് അവരുടെ ഔട്ട്ലെറ്റ് ചാനലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ആക്ച്വലി റിലീവ്സ് ഹാഫ് ഓഫ് ഹിസ് ബർഡൻ. അവൻ്റെ ഭാരത്തിൻ്റെ, അവൻ്റെ ദുഃഖത്തിൻ്റെ, അവൻ്റെ പ്രാരാബ്ധത്തിൻ്റെ, ദുരിതത്തിൻ്റെ പകുതി അപ്പം തന്നെ മാറിക്കഴിഞ്ഞു. ഒരു പ്രാവശ്യം കൂടെ കേൾക്കുമ്പോൾ കുറേയൊക്കെ അവൻ്റെ ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തിരിച്ചറിയാൻ കഴിവുള്ള ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളായിരുന്നു രത്ന. ശരിക്കും രത്ന ഈ സുധാമൂർത്തിയുടെ കൊളീഗ് തന്നെയായിരുന്നു കേട്ടോ. ഐ തോട്ട് ഫോർ സം ടൈം ആൻഡ് സെഡ്, ബട്ട് യു ഡോണ്ട് എവർ ബ്രേക്ക് ദ കോൺഫിഡൻസ് ആൻഡ് ടെൽ അതേഴ്സ് ദ സീക്രറ്റ്സ് യു ഹിയർ ഈവൻ ബൈ മിസ്റ്റേക്ക്. അറിയാതെയെങ്കിലും ഇവർ പറയുന്ന സീക്രറ്റ്, പല രഹസ്യങ്ങളും അല്ലേ, നമ്മൾ ഈ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലാണെങ്കിൽ അവർക്കും ഉണ്ട് ഇങ്ങനെ ഈ കുമ്പസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ പാതിരിമാരുടെ അടുത്ത് പോയി കുമ്പസാരിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുമ്പസാരമൊന്നുമല്ല, എന്നാൽ പോലും ഈ വളരെ വിശ്വസ്തയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ രത്നയുടെ. അതുകൊണ്ട് തന്നെ അവരെല്ലാ രഹസ്യങ്ങളും, എന്താണ് താൻ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് വളരെ തുറന്ന് തന്നെ പറയാറുണ്ട്. അപ്പോൾ സുധാമൂർത്തിക്കൊരു സംശയം, അറിയാതെയെങ്കിലും ഇവർ പറയുന്ന ഈ സീക്രറ്റുകൾ നിങ്ങൾ മറ്റാരുടെങ്കിലും പറഞ്ഞു പോവില്ലേ? നോട്ട് ഈവൺ മൈ ഡ്രീംസ്. ഒരു സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേസ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ. ബിട്രയൽ എന്ന് പറഞ്ഞാൽ ചതി, ചീറ്റ് ചെയ്യാം. വേസ്റ്റ്, ബാഡ് വേർഡ്സ് വേസ്റ്റ്, ഏറ്റവും വലിയ ചതിയാണത് അവരോട് ചെയ്യുന്നത്. ഒരിക്കലും ഞാനത് ചെയ്യില്ല. ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എ ഗ്രേറ്റർ സിൻ. സിൻ എന്ന് പറഞ്ഞാൽ പാപം, അതാണ് ഏറ്റവും വലിയ പാപം. നമ്മളെ വിശ്വസിച്ച് ഒരാൾ ഇറക്കി വയ്ക്കുന്ന ദുരിതങ്ങൾ, ദുഃഖങ്ങൾ വേറെ ആരോടും ഞാൻ പറയില്ല. അതാണ് അവരുടെ മിടുക്കും. ബിട്രേയിങ് സമ്മൺസ് കോൺഫിഡൻസ്, അത് അവൻ്റെ വിശ്വാസത്തെ തകർക്കും. They tell me their worries because they know I will never talk about it or gossip about it to another person. ഞാൻ ഈ ഗോസിപ്പുകൾ മറ്റൊരാളുടെ അടുത്തൊരു ഗോസിപ്പാക്കി പറയില്ല എന്ന് അവർക്ക് നല്ല ഉറപ്പാണ്, കോൺഫിഡൻസ്, വിശ്വാസമുണ്ട്. Only when they know their words are secure with me can they talk to me freely. അവരിൽ എന്നിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, അവരും പകുതി മറച്ചു വെച്ചിട്ടേ സംസാരിക്കുകയുള്ളൂ. ദിസ് വേ ഐ റിലീവ് ദർ ബർഡൻ ഫോർ എ ഷോർട്ട് വൈൽ. ടിൽ ദെൻ ദേ ആർ റെഡി ടു പിക്ക് ദംസെൽവ്സ് അപ്പ് ആൻഡ് ക്യാരി ഓൺ ദർ വിത്ത് ദർ ജേണി. അതൊന്ന് ഫുൾ സെൻറ്റൻസ് അണ്ടർലൈൻ ചെയ്യണേ. ദിസ് ഈസ് വൈ ഐ റിലീവ്. ഞാൻ അങ്ങനെയാണ് അവർക്ക് ആശ്വാസമാകുന്നത്. അവർ ദർ ബേർഡൻ, അത് ഞാൻ പറഞ്ഞ ബേർഡൻ, ഇത് രണ്ടാമത്തെ മീനിങ്ങിലേക്ക് വന്നു. ഇവിടെ ശരീരത്തിൽ അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ടുള്ള ബേർഡനല്ല. മറ്റത് ഭാരം ചുമക്കുന്നു എന്ന് പറഞ്ഞാൽ തലയിലുള്ള ചുമടായിരുന്നു. ഇവിടെ അതല്ല, ഇത് ഉള്ളിൽ അവനവൻ്റെ ബ്രെയിനിൽ ചുമക്കുകയാണ്, അല്ലെ അവൻ്റെ മനസ്സിൽ ചുമക്കുകയാണ്. അപ്പോൾ ആ ബേർഡൻ ഫോർ എ ഷോർട്ട് വൈൽ ടിൽ ദേ ആർ റെഡി ടു പിക്ക് ദംസെൽവ്സ് അപ്പ്. അവർക്ക് സ്വയം ഒന്ന് ആശ്വസിക്കാനാകുക, അവർക്ക് സ്വയം ഒന്ന് വീണ്ടും വർക്കിലേക്ക് വരാൻ പറ്റുന്ന അത്രയും അവർക്കൊരു പവർ കിട്ടുക. ആൻഡ് ക്യാരി ഓൺ, എന്നിട്ട് അവർക്ക് ജീവിതം തുടരുക, ദർ ജേണി. അതുവരെ ഞാൻ അവർക്കൊരു ആശ്വാസം കൊടുക്കും.
അസാധ്യ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ രത്നയുടേത് അല്ലേ. Her words uncannily echoed my grandfather sitting on the stone bench under the banyan tree, perhaps in their own small ways, without access to great wealth. Both these people were doing the tremendous social service. Underline ചെയ്യണേ, both these people, കാരണം ഗ്രാൻഡ് as well as രത്ന. അതാരാണ് ബോത്തെന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ, സിമ്പിൾ അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഒന്ന് ഗ്രാൻഡ് ഫാദറും ഒന്ന് നമ്മുടെ രത്നയുമാണ് കേട്ടോ. അവർ രണ്ടുപേരും ഡൂയിങ് ദ സെയിം ജോബ്. അപ്പോൾ ഗ്രാൻഡ് ഫാദറും മറ്റവരുടെ പ്രശ്നങ്ങൾ അവിടെ കുറച്ചും കൂടെ ചെറിയ പ്രശ്നങ്ങളാണ്. ഇവിടെ സിറ്റി ആയതുകൊണ്ട് വലിയ മൾട്ടിനാഷണൽ കമ്പനി ആയതുകൊണ്ടും കുറച്ചും കൂടെ അവരുടെ ഭാരം ഒരുപക്ഷെ കൂടുതലായിരിക്കാം. എന്തായാലും രണ്ടുപേരും ചെയ്യുന്ന തൊഴിലൊന്നു തന്നെ, സോഷ്യൽ സർവീസാണ് രണ്ടുപേരും ചെയ്യുന്നത്. നോ വൺ തോട്ട് ഓഫ് എക്നോളജിങ് ദർ വർക്ക് ഓർ റിവാർഡിങ് ദം ഫോർ ഇറ്റ്. അവരൊരു പാരിതോഷികവും ഒരു അംഗീകാരവും പ്രതീക്ഷിച്ച് ചെയ്യുന്ന വർക്കല്ല ഗ്രാൻഡ് ഫാദറും രത്നയും. ബട്ട് ദേ കണ്ടിന്യൂ ടു ഡൂ സോ ആൻഡ് ആസ് ദീസ് ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ഗേവ് ദം ജോയ്. അതും അണ്ടർലൈൻ ചെയ്യണം. ദേ കണ്ടിന്യൂ ടു ഡു. രത്ന എത്ര കാലം അവിടെ വർക്ക് ചെയ്തു അത്രയും കാലം അവിടെ ലഞ്ച് അവേഴ്സ് അവർ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ഈ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ദുരിതങ്ങൾ കേൾക്കാനായിരുന്നു. ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിൻ്റെ ലെഷർ ടൈം അദ്ദേഹവും ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമവേളകൾ മറ്റുള്ളവർക്ക് വിശ്രമമാക്കാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഇവരുടെ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറിൻ്റേത്. ബട്ട് ദേ കണ്ടിന്യൂ ടു ഡു സോ ആൻഡ് ദീസ് ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ഗേവ് ദം ജോയ്. അപ്പോൾ ഇവരുടെ ഈ ആക്ട്സ് ഓഫ് കൈൻഡ്നെസ്, ഇവരുടെ ഈ സിമ്പതി അല്ലെങ്കിൽ ഇവരുടെ ദയയുള്ള ഇത്തരം പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വലിയ സന്തോഷമാണ് സമ്മാനം നൽകുന്നത്. If ever now I happen to pass a horigelu in a village, I remember them and wish there were many more of them in this world. ഇപ്പം ഞാൻ എൻ്റെ യാത്രക്കിടയിൽ എവിടെയെങ്കിലും ഒരു ഹോരഗലുവിനെ കാണുമ്പോൾ അല്ലെ ഹോരഗലു കാണുമ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും ഇങ്ങനത്തെ ഹോരഗലു നാട് മുഴുവനും ഉണ്ടായിരുന്നെങ്കിൽ. കാരണം രണ്ട് രീതിയിലും ഇതുപോലുള്ള ഗ്രാൻഡ് ഫാദറും ഇതുപോലുള്ള രത്നയും ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾക്കാർക്കും അല്ലെങ്കിൽ ജോലിക്കാർക്കോ അല്ലെങ്കിൽ യാത്രക്കാർക്കോ ഒന്നും ഒരു അധികം ക്ഷീണവും അനുഭവപ്പെടാതെ അവരുടെ ജീവിതം വളരെ ആശ്വാസകരമായിട്ട് മുന്നേക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എന്ന് സുധാമൂർത്തി ആശംസിക്കുന്നു. ഓക്കേ.